സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും പല വേഷപ്പകർച്ചകളും സലീംകുമാർ എന്ന നടൻ ചെയ്തിരുന്നു. മിമിക്രിയിൽ നിന്നും സിനിമയിലേക്കും അവിടെ നിന്ന് നാഷണൽ അവാർഡിലേക്കും ഒക്കെ എത്തിയ ആ വലിയ കലാകാരൻ സ്റ്റീൽ അലമാരയും സോഫ സെറ്റും വിൽക്കാൻ വീട്ടിൽ വരുന്ന സലീംകുമാർ എന്ന വേഷവും അണിഞ്ഞു. അത് പക്ഷേ സിനിമയിലായിരുന്നില്ല, ജീവിതത്തിൽ തന്നെ. അത്തരമൊരു കോട്ടയം അനുഭവത്തെക്കുറിച്ച് സലീംകുമാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റീൽ അലമാര, സോഫ സെറ്റ് തുടങ്ങിയവ തവണ വ്യവസ്ഥയിൽ വിൽക്കുന്ന പറവൂരിലെ ഒരു കമ്പനിയിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു അദ്ദേഹം. ജോലിയുടെ ഭാഗമായി കോട്ടയത്തെ സകല വീടുകളിലും അദ്ദേഹം കയറിയിറങ്ങി. നടന്മാരായ NN പിള്ളയുടെയും വിജയരാഘവന്റെയും മനോജ് കെ ജയന്റെയും വീടിന് മുൻപിൽ കുറേ നേരം വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. അതിനിടെയാണ് കഞ്ഞിക്കുഴി ദേവലോകം NGO ക്വാർട്ടേഴ്സിൽ അന്ധനായ ഒരു മനുഷ്യൻ തേക്കിന്റെ ഓഫീസ് ടേബിളിന് സലീംകുമാറിന് ഓർഡർ നൽകിയത്. അടുത്തുള്ള സ്കൂളിലെ ക്ലറിക്കൽ സ്റ്റാഫായിരുന്നു അദ്ദേഹം. താൻ ഇത്തരം സംഭവങ്ങൾക്കൊന്നും നിൽക്കാത്തതാണെന്നും എന്നാൽ സലീമിന്റെ സംസാരം തനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം ഓർഡർ നൽകിയത്. ഓർഡർ പ്രകാരമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് തൊട്ടടുത്ത ഞായറാഴ്ച സ്ഥാപന ഉടമയ്ക്കൊപ്പം കോട്ടയത്തെത്തി സലീംകുമാർ. ടേബിൾ മുറ്റത്ത് ഇറക്കി വെച്ചപ്പോൾ അദ്ദേഹം കൈകൾ കൊണ്ട് പരിശോധിച്ചു. എന്നിട്ട് സലീംകുമാറിനോട് പറഞ്ഞു, സലീംകുമാർ, നിങ്ങൾ എന്നോട് ടോപ്പിന് 1 ഇഞ്ച് കനമല്ലേ പറഞ്ഞത്? ഇത് 3/4 ഉള്ളൂ. സലീംകുമാർ നടുങ്ങി. പറ്റിക്കപ്പെടാതെ ജീവിക്കാൻ കണ്ണുകളുടെ ആവശ്യമില്ലെന്ന് ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു സലീംകുമാറിനത്. ഇത് തേക്ക് തന്നെയല്ലേ? അദ്ദേഹം തുടർന്നും ചോദിച്ചു. അതിന് ഉത്തരം കൊടുത്തത് സ്ഥാപന ഉടമയായിരുന്നു. തേക്കു തന്നെ, പക്ഷേ ചെറുതേക്കാണ്. അത് കേട്ട് സലീം വീണ്ടും ഞെട്ടി. ആ മനുഷ്യന്റെ മുഖം വീണ്ടും ഇരുണ്ടു. എന്നിട്ട് അദ്ദേഹം സലീംകുമാറിനോട് പറഞ്ഞു, സലീംകുമാർ, എനിക്ക് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാം, ചിലവൊന്നുമില്ല, കാരണം ഞാനൊരു വക്കീലാണ്. ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാം. അതും ചെയ്യുന്നില്ല, കാരണം സംസാരത്തിൽ നിന്ന് സലീംകുമാർ എന്ന മനുഷ്യന് ഞാൻ നല്ലൊരു രൂപം മനസ്സിൽ നൽകിപ്പോയി, അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ താൻ നിരപരാധിയാണെന്ന് പറയണമെന്ന് തോന്നിയെങ്കിലും നാവ് പൊങ്ങിയിരുന്നില്ല. ടേബിൾ അദ്ദേഹം എടുക്കരുതേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു സലീംകുമാർ. എന്നാൽ മുഴുവൻ തുകയും തന്ന് ടേബിൾ അദ്ദേഹം വാങ്ങിച്ചു. തിരിച്ചുള്ള യാത്രയിൽ സലീംകുമാർ നിശബ്ദനായി തന്നെയിരുന്നു. അത്രയും ഉള്ളുലഞ്ഞിരുന്നു ആ മനുഷ്യന്റെ. വീടിനടുത്തുള്ള ചേന്ദമംഗലം പാലത്തിലെത്തിയപ്പോൾ തന്നെ സലീംകുമാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഒപ്പം ആ പണിയും നിർത്തി. മലയാളികളെ ചിരിയുടെ അങ്ങേയറ്റം കാണിച്ച് അദ്ദേഹം കടന്നു പോകുമ്പോൾ മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത വിടവ് തന്നെയാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിൽ കൂടെ നിന്ന ആളുകൾക്കും.